ഹായ്. അപ്പോൾ ഞാനും സഞ്ജുവും കൂടി ഇന്ന് നട്ടുച്ചക്കൊരു ഗാനമേള കാണാൻ പോക്കാം. അത് മയിലെത്തി. ഇതാണ് മയിൽ സ്കൂൾ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബമ്പുണ്ട്, അപ്പുറത്തൊരു ബമ്പുണ്ട്, സ്കൂളിൻ്റെ നടുക്ക് അപ്പുറം ഇപ്പുറമായിട്ടൊരു ബമ്പുണ്ട്. ഇത് ഇവിടെയാണ് മയിലെ എ ഐ ക്യാമറ ഇങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സഞ്ജുവും കൂടി ഇന്ന് കുന്നാവ് അമ്പലത്തിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ദിവ്യ, അവളെ ഒരു ഗാനമേള ട്രൂപ്പുണ്ട്, അവരെ ഗാനമേള പരിപാടി ഉണ്ട് ഇന്ന്, അതിന് പോക്കാണ്. അത് പാടിക്കുന്ന മുത്തപ്പൻ്റെ ഇതാട്ടാ. നമ്മൾ ഏലോട്ട് പോകുന്നുണ്ടെങ്കിലും അത് ടച്ച് ചെയ്യാണ്ട് പോവില്ല. അപ്പോൾ ഞാൻ സഞ്ജു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ്. സഞ്ജുവിന് ആ വീട് പണിയായതുകൊണ്ട് കുറച്ചായി കിട്ടാത്തത്. അപ്പോൾ ഞാൻ ഇന്ന് പൊക്കിക്കൊണ്ട് പോകുന്നത്. ഗാനമേള എന്ന് പറയുമ്പോൾ ഭയങ്കര പാട്ടിൻ്റെ ആളാണ്. അപ്പോൾ ഗാനമേള കേട്ടപ്പാട് തന്നെ വരാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ഉച്ചക്ക് ഗാനമേളക്ക് പോക്ക് അപൂർവമാണ് കേട്ടോ. ഇതുണ്ട, ഇത് നാറാത്താണ്. നാറാത്ത് എത്തി. നാറാത്ത് നല്ല സുഖമാണ് ഇങ്ങനെ പോകാൻ വേണ്ടി. രണ്ട് സൈഡിലും മരവും കാര്യങ്ങളായിട്ട്. കാട്ടാമ്പള്ളി അത് കയാക്കിങ്ങിൻ്റെ എല്ലാം പരിപാടി ഉണ്ടാകും. ഇപ്പോൾ ഇല്ലയെന്നാണ് തോന്നുന്നത്. കാട്ടാമ്പള്ളി ഏറെക്കുറെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കാട്ടാമ്പള്ളി പുഴ എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. ഇതാണ് കാട്ടാമ്പള്ളി കേട്ടോ. കാട്ടാമ്പള്ളി പാലത്തിൻ്റെ മേലോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ വെള്ളം കയറുന്ന സമയത്ത് ഇങ്ങോളെത്തും. ഈ രണ്ട് പാലത്തിൻ്റെ രണ്ട് സൈഡിലും രാത്രിയെല്ലാം ആയാലും മീൻ പിടിക്കുന്നതായിരിക്കും തെച്ചു. ഇതിപ്പോൾ ഇളനീര് കരിമ്പിൻ ജ്യൂസ് ഈ വേനൽക്കാലത്ത് എല്ലാ റോഡ് സൈഡിലും ഉണ്ടാവും. ഇത് ബാലങ്ങളർ ഞാൻ വർക്ക് ചെയ്ത ഇൻഡസ്, ഞാൻ കുറേ കാലം 2 വർഷത്തോളം അടുപ്പിച്ചിട്ട് വർക്ക് ചെയ്ത സ്ഥലമാണ് ഇത്. മാരുതിൻ്റെ ഇൻഡസ് മോട്ടോഴ്സ്. അവിടെ സെയിൽസും ഉണ്ട്, അത് പിന്നെ സർവീസും ഉണ്ട്. അങ്ങനെ കോട്ടക്കുന്ന് ഇതാണ് നാഷണൽ ഹൈവേ വരുന്നത് കേട്ടോ. വളപട്ടണത്തിൽ നിന്ന് അങ്ങനെ ടച്ച് ചെയ്യാണ്ട്, നമ്മൾ പുതിയൊരു ടച്ച് ചെയ്യാണ്ട് നാഷണൽ ഹൈവേ ഇതിലൂട്ടിയാണ് പോവുക, കോട്ടക്കുന്ന് വഴി. അപ്പോൾ അതിൻ്റെ പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴത്തേക്ക് കഴിയുന്നൊന്നും അറിയില്ല. ഇതിലൂട്ടിയെല്ലാം വണ്ടി വരുന്നുണ്ട്. ഭയങ്കര പൊടിയാണ് കേട്ടോ, ഭയങ്കര പൊടിയും കുലുക്കുമെല്ലാമാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ കഷ്ടപ്പെടണമെന്നല്ല. അങ്ങനെ ഇത് നേരെ പോകുന്നത് കൊല്ലർത്തിങ്കൽ പള്ളി ഈ അടുത്ത് കാണുന്നതാണ് കേട്ടോ പള്ളി. ഈ വലത്തുനിന്ന് ഒരു വണ്ടി കയറി വരുന്നില്ലേ, ആ റോഡ് നേരെ അങ്ങനെ വളപട്ടണം അങ്ങോട്ടേക്ക് എത്തും. ഇതാണ് കൊല്ലർത്തിങ്കൽ പള്ളി. നമ്മുടെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളി അമ്പലമെല്ലാം അപ്പുറം ഇപ്പുറം ഓപ്പോസിറ്റായിട്ടും അടുത്തടുത്തെല്ലാം പള്ളി അമ്പലങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും സൗഹാർദ്ദപരമായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ആ ബസ് നമ്മുടെ നാട്ടിലേക്കാട്ടെ ലയന. അങ്ങനെ നമ്മളിതാ പുതിയൊരു എത്തിയിട്ടുണ്ട്, പുതിയൊരു ടൗൺ. നമ്മളിങ്ങനെ വരുമ്പോൾ മയ്യെന്നെല്ലാം വരുമ്പോൾ മയ്യിൽ കമ്പിൽ നാറാത്തുനിന്ന് ഭാഗത്തുനിന്ന് വരുമ്പോൾ പുതിയൊരു നേരെ ഇങ്ങനെ കയറിയിട്ട് ഈടെയാണ് ടച്ച് ചെയ്യുക. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കണ്ണൂരും റൈറ്റിലേക്ക് വലത്തുഭാഗത്തേക്ക് പയ്യന്നൂർ, അങ്ങോട്ട് വളപട്ടണം അങ്ങനെയൊക്കെ പോകുന്നതാണ് ഈ വലത്തുഭാഗത്തേക്ക്. ഉച്ചയായതുകൊണ്ട് നമ്മളേകദേശം ഉച്ചക്കാണ്, ഒരു മണിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാവുന്നു തിരക്ക് കുറവില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ കയറാനെല്ലാം പോലീസ് എല്ലാം നിന്നിട്ട് ട്രാഫിക്കും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കും. ഉണ്ട്, എന്നാലും ചെറിയ തിരക്കുണ്ട്, വലിയ തിരക്കില്ല. ഇത് കണ്ട മുന്നിലൊരു ട്രാവലർ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു അയ്യപ്പ സീസൺ ആയതുകൊണ്ട്, ശബരിമല സീസൺ ആയതുകൊണ്ട് എല്ലാ വണ്ടി ഇങ്ങനെ ശബരിമലക്കെല്ലാം പോയിട്ട് വരുന്നേ അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ എന്തെല്ലാം ഇതിലുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അതൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന 2 കുട്ടികളുണ്ട്, അനിയന്മാർ. അവർ ഹായെല്ലാം പറഞ്ഞു. നല്ല തിരക്കാണ്, നല്ല ഉച്ചക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഭക്ഷണവും കാര്യങ്ങളുണ്ട്. കുറേ ദിവസത്തെ പരിപാടിയാണ് കേട്ടോ. പള്ളിക്കുളം കുന്നാവ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. അപ്പോൾ സഞ്ജു ക്യൂ കണ്ടിട്ട് വരെ ഇവിടുന്ന് ചോറ് കിട്ടാൻ സാധ്യതയില്ല, നമുക്ക് പുറത്ത് കിടന്നെങ്കിൽ കൈക്കട്ടി വരുന്നില്ല ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ നല്ലൊരു അടിപൊളി ആംബിയൻസ്. അപ്പോൾ ഞാൻ സഞ്ജു ഇങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഹെൽമെറ്റ് ഇട്ട് വന്നു കഴിഞ്ഞാൽ മുടിയെല്ലാം ഇങ്ങനെ ഉണ്ടല്ലോ, പൊരി ചന്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. ആൾക്കാരിങ്ങനെ ക്യൂ ആണ്. ഇത് ചോറ് തിന്നാൻ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. ചന്ത ഇങ്ങനെ ഉള്ളിലും ഉണ്ട്. നല്ലൊരു വലിയ അമ്പലമാണ്. കുറേ ആൾക്കെല്ലാം അറിയായിരിക്കും, പക്ഷേങ്കിൽ കണ്ണൂരിന് പുറത്തുള്ളവർക്ക് അറിയായിരിക്കില്ല. കണ്ട ലേഡീസും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒരു ഉച്ച ടൈമിന് ഇത്രയും ആൾക്കാരുണ്ടാകുന്ന ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മളെ കുറ്റാട്ടർ കാവിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ദിവ്യ എത്തിയിട്ടുണ്ട്. ദിവ്യ നല്ല ക്യൂട്ട്നെസ് എല്ലാം എടുത്തിട്ടുണ്ട്. തിരുവാതിര ഉണ്ട്. അങ്ങനെ ഓരോ പരിപാടികളും കണ്ടിന്യൂസ് ആയി നടന്നുകൊടുക്കലാണ്. ഇത് മാതൃസമിതിൻ്റെയോ അങ്ങനെ അങ്ങനത്തെ തിരുവാതിരയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഞാൻ അങ്ങോട്ട് ഉള്ളോട്ട് കയറിയില്ല, പുറത്ത് നിർത്തിയാണ്. ഭക്ഷണത്തിൻ്റെ തിരക്കണ്ട. ഇങ്ങനെ ഒരു എന്തോ ആയിക്കോട്ടെ, എൻ്റെ വീട്ടിലും ആയിക്കോട്ടെ, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. അത് ഇത്ര പാടാണ്. ആ സമയത്ത് ആ ദിവ്യൻ ടീം അവിടെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നമ്മൾ ഇലയെല്ലാം വെച്ചിരുന്നു ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. ചോറ് കണ്ട, ചോറിങ്ങനെ ഇങ്ങനെ ഉന്തിയിട്ട് നമ്മൾ പറശ്ശിനിയിൽ ചായ കൊണ്ടിരുന്ന ഇങ്ങനെ ട്രയൽ ഉന്തിയിട്ടാണ് വരുന്നത്. ഇത് പുയ്ക്ക് വൻപയർ മമ്പയർ നമ്മൾ പറയാം, മമ്പയർ പുയ്ക്ക്, വച്ചടി, അച്ചാർ, ഇതെല്ലാം ഇങ്ങനെ കറിയെല്ലാം ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോയി. ഇത് നല്ലൊരു പരിപാടി കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഒരു കുട്ടീൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പെർഫോമൻസ്. ഞാൻ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നേരത്തേക്ക് വന്നേ. അപ്പോൾ മുച്ചിലോട്ടമ്മേൻ്റെ കഥ പറയുന്ന ഒരു നൃത്ത വിരുന്ന് തന്നെയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ. കുട്ടിയുടെ എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പേര് കമൻറ്റ് ചെയ്തേ. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ട് ഈ കുട്ടീൻ്റെ അനിയനാണിത്. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. ഒരു 18-20 മിനിറ്റ് ഇവർ തകർത്താടി, ഈ ഏച്ചിയും അനിയനും. ഒരു രക്ഷയില്ല. നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കാണ്ട് നിവർത്തിയില്ല അതിന്. അപ്പോൾ പരിപാടി കഴിഞ്ഞപാട് കമ്മിറ്റി അവർക്ക് സമ്മാനം കൊടുത്തു.
ഞാൻ പോയിട്ട് വർത്താനം പറഞ്ഞു, പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ എന്തോ ഒരു മടി, എങ്ങനെയാണെന്ന് അവർ എടുക്കുകയെന്നല്ല, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പോഴത്തേക്ക് ഗാനമേള തുടങ്ങി, ദിവ്യ ടീമിൻ്റെ ഗാനമേള തുടങ്ങി. ഇവർ ഒരു 3-4 പെൺകുട്ടികളും 3 ആൾക്കാരുണ്ട്, ആണുങ്ങളുണ്ട്. അപ്പോൾ നല്ല 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 പാട്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഉച്ചക്കെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദിവ്യയും മൂപ്പര് കിടിലം പെർഫോമൻസ് ആട്ടാ, പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ദിവ്യയും അത്യാവശ്യം നന്നായിട്ട് തകർത്ത് അടിക്കി പൊളിച്ചു അവർ രണ്ടാളും കൂടി. അങ്ങനെ നമ്മൾ ആ പരിപാടി കഴിഞ്ഞിട്ട് നേരെ പയ്യാമ്പലത്തേക്ക് വന്നു. എന്തായാലും സമയമുണ്ടല്ലോ, അതുകൊണ്ട് നേരെ പയ്യാമ്പലത്തേക്ക് വിട്ടു. ഇതാണ് പയ്യാമ്പലം, നമ്മളെ ഈ ശാന്തി തീരൂല്ലേ, നമ്മളെ ശ്മശാനം പയ്യാമ്പലത്താണ് വെക്കുന്നതെന്നെല്ലാം പറയുന്നതൊക്കെ അല്ലേ, അത് പയ്യാമ്പലത്തെ ആ ലെഫ്റ്റ് സൈഡ് കണ്ടതാണ്. ഇനി ഇങ്ങനെ അങ്ങോളം നമ്മളൊരു 3:30-4 മണി ടൈമിനാണ് അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ വലിയ തിരക്കായിട്ടില്ല. പയ്യാമ്പലം ഇങ്ങനെ ഈ എന്തൊക്കെയോ സാധനങ്ങളിങ്ങനെ വെക്കാനും, ഉപ്പിലിട്ടത് അത് ഇത് അങ്ങനത്തെ എല്ലാം ഉണ്ടാകും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ, 2 റോഡിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് പയ്യാമ്പലം ബീച്ചിൻ്റെ അങ്ങേയറ്റത്താണ്, ആയിക്കര ഭാഗത്തേക്ക് എത്തുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഉണ്ട് കേട്ടോ, കുറേ സ്കൂൾ വണ്ടി, അങ്ങനെ കുറേ ബാങ്കിൻ്റെ അവരെ ഫാമിലി മീറ്റപ്പ് അങ്ങനെയെല്ലാം കുറേ ആൾക്കാരെ കണ്ടു. അങ്ങനെ നമ്മൾ എൻഡിലെത്തി. സഞ്ജുവിൻ്റെ ചിരി എന്താണെന്നറിയാം, ഈ പീടികയിൽ നല്ല അടിപൊളി കല്ലുമ്മക്കായും അങ്ങനെ ചായയോ എന്തെല്ലോ കിട്ടും. ഈ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ ഒരു 2-3 പ്രാവശ്യം ഈ ഭാഗത്ത് വന്നിട്ടുള്ളൂ. നമ്മൾ അങ്ങനെയാണ് പയ്യാമ്പലം അങ്ങേ ഭാഗത്താണ് നമ്മൾ പോക്ക്. നമ്മൾ എൻ്റർ ആവുന്ന സ്ഥലത്ത്, കണ്ണൂർ ടൗണിൽ നേരെ എൻ്റർ ആവുന്ന സ്ഥലത്ത്. പക്ഷേങ്കിൽ അങ്ങനെ നമ്മൾ അങ്ങേ തെറ്റത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതാണ് ഞാൻ കയ്യെല്ലാം ചൂണ്ടിയിട്ട് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. പോലീസ് വണ്ടി ഉണ്ട് ആടാ, പോലീസ് വണ്ടിയിൽ ചൂണ്ടിയതല്ല ഏട്ടാ. അപ്പോൾ ഈ ഒരു വൈബ് വൈകുന്നേരം ഈ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, കണ്ണൂരുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ഈ ഭാഗത്തേക്ക് വരിക. ഞാനായിരിക്കും ചിലപ്പോൾ അവസാനമായിട്ട് ഈ ഭാഗത്ത് എത്തുന്നതാണ് ഏട്ടാ, നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് വരുന്നുണ്ടാകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുമ്മക്കായും നല്ല മിൻറ്റ് ടീയും കട്ടൻ ചായയിൽ പുതിന ഇലയിട്ട നല്ല അടിപൊളി. കല്ലുമ്മക്കായ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ സഞ്ജുവിന് ഭയങ്കര ഇഷ്ടമായി. ചായ എങ്ങനെ ഉണ്ട് വെച്ചാൽ ആവറേജ് എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മിൻറ്റ് ടീ ഭയങ്കര ഇഷ്ടമായി. കല്ലുമ്മക്കായും അത് തന്നെ സോഫ്റ്റ് ആട്ടാ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ പാൽച്ചായയും മേടിച്ചു. 3 4 3 പറയുന്നുണ്ട്. ആക്ഷൻ ഞാൻ വോയിസ് ഓവർ ഇടുക എന്ന് പറഞ്ഞപ്പോൾ 3 ആക്കിയത്, 4 കല്ലുമ്മക്കായ ഇന്നിന്. ഞാൻ 3. അപ്പോഴത്തേക്ക് കുറച്ച് പട്ടിക്കുട്ടികൾ വന്നു. അവരെ സ്ഥലമാണ് കേട്ടോ, അവരെ ക്യാമ്പാണത്. ഇതൊരു പ്രത്യേക വൈബാണ് ഈ ഒരു സ്ഥലം. പയ്യാമ്പലം ബീച്ച് നമ്മൾ അപ്പുറത്ത് കിട്ടുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി തിരക്കെല്ലാം കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി എല്ലാം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ എല്ലാം ആടുന്ന് മേടിച്ച് കുടിക്കുക. ഇത് അങ്ങനത്തെ ആയിക്കര അഴീക്കോട് അങ്ങേ ഭാഗത്തേക്ക് പോകുന്ന ആയിക്കരയല്ല കേട്ടോ, അഴീക്കലാണ് കേട്ടോ, ആയിക്കര എന്ന് പറഞ്ഞു പോയി, സോറി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇവരിങ്ങനെ നമ്മൾ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിട്ടില്ല, നമ്മൾ വൈകുന്നേരം 5 മണി ആ ടൈമേ ആയിട്ടുള്ളൂ. അപ്പോൾ വേസ്റ്റെല്ലാം ഇടാനുള്ള അവിടെ ബാസ്ക്കറ്റെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് കല്ലുമ്മക്കായി. അപ്പോൾ അതുകൊണ്ട് ഞാനും സഞ്ജും കൂടി വീട്ടിലേക്ക് പാർസൽ മേടിക്കാൻ വേണ്ടിയിട്ട് നിന്നു. വേറെ എന്തെല്ലോ കടിയുണ്ട് കേട്ടോ, നമ്മൾ കല്ലുമ്മക്കായാണ് ഇഷ്ടപ്പെട്ട കല്ലുമ്മക്കായി. അസ്തമയത്തിൻ്റെ ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കടലിലേക്ക് അസ്തമിക്കുന്നതാണല്ലോ സൂര്യൻ. അപ്പോൾ നമ്മൾ അസ്തമയത്തിന് നിന്നിട്ടില്ല. നമ്മൾ അസ്തമയത്തിനോട് നമുക്ക് അത്ര താല്പര്യമില്ല, ഉദയത്തോട് മാത്രമാണ് താല്പര്യം. അങ്ങനെയൊന്നുമില്ല, എല്ലാ ഉദയത്തിനും ഒരു അസ്തമയമുണ്ട്, എല്ലാ അസ്തമയത്തിനും ഒരു ഉദയമുണ്ട്, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫാമിലീസെല്ലാം ഇപ്പം കൂടുതലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, പയ്യാമ്പലത്തേക്കെല്ലാം ഒന്ന് ഫാമിലി ആയിട്ട് പോവുക വൈകുന്നേരം എല്ലാവരും ഒന്ന്. അന്നേരം ഇത് എൻ്റെ വീഡിയോ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും, നമ്മളൊന്നും കൂട്ടി പോകില്ല. അപ്പോൾ എല്ലാം പോകാനെല്ലാം സമയമുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് കടൽപ്പാലാണ്, അങ്ങേറ്റത്ത് ഫോട്ടോ എടുക്കാനെല്ലാം നമ്മൾ അങ്ങേക്ക് പോകുന്നുണ്ട്. ഇത് അങ്ങേറ്റവും നമ്മളിപ്പം പോയത് അങ്ങേറ്റവും ഇങ്ങേറ്റോ ഒട്ടകത്തിനെ കണ്ട, ഒട്ടകത്തിൻ്റെ മേലെ കയറിയിട്ട് കോഴിക്കോട് ബീച്ചിലുണ്ടാകുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ, കണ്ണൂർ ബീച്ചിലും. ഈ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ സൈഡുണ്ട്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു. ഞാൻ സഞ്ജുവും കൂടി നേരെ സന്ധ്യയായിന്. മയിൽ ഇത് നിരത്തുവാലാണ്, നിരത്തുവാലത്തേക്ക് എത്താൻ വേണ്ടി പോകുന്നതാണ്. മയിൽ സഞ്ജുവിന് 1-2 സാധനം പണിക്കണം എന്ന് പറഞ്ഞിട്ട് മക്കേ കയറിയിട്ടുണ്ട്. ഞാൻ ഹെൽമെറ്റ് ആയിക്കൊണ്ടുകൊണ്ട് ഉള്ളിൽ കയറിയിട്ടില്ല, ഞാൻ പുറത്തു നിന്നു. അപ്പോൾ ആരെല്ലാം ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് ആ മൈലു സ്കൂൾ ഗ്രൗണ്ട് ആട്ടാ, ഞാനെല്ലാം മൈലു സ്കൂളിലാണ് പഠിച്ചത്. മൈലു സ്കൂൾ ഗ്രൗണ്ട് അപ്പുറത്തേത്. അങ്ങനെ നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി. നമ്മളെ മടക്ക യാത്ര, വീട്ടിലേക്കുള്ള യാത്ര. രാത്രി ഇങ്ങനെയാണ്, നല്ല രസമാണ് കേട്ടോ. നമ്മളൊരു 12 മണി വരെ ഇവിടെ റോഡിനെല്ലാം ഇരിക്കലുണ്ട് പണ്ട്, ഇപ്പം അങ്ങനെ ഇരിക്കില്ല. അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി തിരിഞ്ഞ് ഈ വളവെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖമാണ് എനിക്ക്. നേരെ വീട്ടിലേക്ക് കയറുമ്പം തന്നെ ഉണ്ട് ഒരു ചങ്ങായി എന്നെ ഇങ്ങനെ നോക്കി രാവിലെ വിട്ടേന്ന്, അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത് കുന്നാമ്പലത്തിൽ നിന്ന് ഞാൻ 1-2 സാധനം വാങ്ങിനവന്. തോക്ക് അതെടുത്ത് അപ്പാട് അകത്തേക്ക്, അത് അച്ഛനും അമ്മയിലും ഉണ്ട്, അത് അവിടെ കാണിക്കാൻ വേണ്ടി പോകാനാണ്. അപ്പോഴത്തേക്ക് സഞ്ജു കാറ് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയണ്ട, എല്ലാം ഉണ്ട്. എന്നാലും ഓരോന്ന് അധികം കിട്ടുമ്പോൾ കുട്ടിക്ക് അങ്ങനെ ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെയെല്ലാം ഒന്നും ട്രൈ ആക്കി നേരെ അകത്തേക്ക് തന്നെ, പിന്നെ വേറെ
കളിയൊന്നുമില്ല. അപ്പോൾ കല്ലുമ്മക്കായ് പാർസലെല്ലാം വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.